അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ബിസ്മില്ലാഹി ബാബുനാ തബാറക ഹൈതാനുനാ യാസീൻ സഖഫുനാ കാഫ് ഹാ യാ ഐൻ സ്വാദ് കിഫായത്തുനാ ഹാമീം ഐൻ സീൻ ഖാഫ് ഹിമായത്തുനാ ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ലാ. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വിഷയം തേനും പാലിലൂടെയും കൈവിഷത്തിലേക്ക് അവസാനിക്കുന്ന വിവാഹബന്ധം എന്ന ഒരു തലക്കെട്ടിൽ രണ്ടാം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രധാനമായും ഈ വിഷയം മനസ്സിലാക്കേണ്ടത്. ഇത് പറയുമ്പോൾ ഈ അടുത്തൊരു വീഡിയോ കാണാനിടയായി. വന്ദ്യരായ മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവറുകളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് നടത്തിയ ഒരു സംഭാഷണത്തിൻ്റെ ശകലം കാര്യമാത്ര പ്രസക്തമായ ഭാഗങ്ങളാണ് അതിൽ ഉസ്താദ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഇൻഷാ അള്ളാഹ് ഒരു വിവാഹത്തിൽ കൂടുതൽ ഒരാൾക്ക് കഴിക്കണം എന്ന് ഇസ്ലാമിൽ എവിടെയും നിർദ്ദേശം ഇല്ല. 4 വിവാഹം പുരുഷന്മാർ കഴിക്കണം എന്ന നിർദ്ദേശവും ഇല്ല. പിന്നെ നിർദ്ദേശം ഉള്ളത് ആ വിഷയവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ്. അത് നിർബന്ധിതാവസ്ഥയിലുള്ളവർക്ക് പരിഗണിക്കാവുന്നത് മാത്രം ആണ്. പേരോട് ഉസ്താദിൻ്റെ ആ ക്ലാസ്സിൽ, ആ വീഡിയോയിൽ രണ്ടാമത്തെ വിവാഹം അപൂർവം ചിലർക്ക് ആകാം എന്നാണ്. മൂന്നാമത്തേത് അപൂർവങ്ങളിൽ നിന്നും അപൂർവമായിട്ടും, നാലാമത്തേത് വളരെ വളരെ അപൂർവമായിട്ടും മാത്രം നടത്തേണ്ടുന്ന അല്ലെങ്കിൽ നടക്കാൻ സാധ്യത ഉള്ള ഒന്നാണ് ഒന്നിൽ കൂടുതലുള്ള വിവാഹം. ഏതായിരുന്നാലും വിവാഹം കഴിച്ചു പോയവർ അവരേതായാലും ഇനി അത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നായിരുന്നാലും ഈ ഞാൻ പറയുന്ന വിഷയങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ അനുഭവിക്കാൻ ഉള്ളത് ആണ്. എന്താണ് രണ്ടാമത്തെ വിവാഹം കൊണ്ടുള്ള നേട്ടവും കോട്ടവും? സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ രണ്ടാം വിവാഹം ഒരു പക്ഷേ നടന്നു പോയെങ്കിൽ മാന്യതയും നീതിയും നിലനിർത്തുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലത് തന്നെയാണ്. മാന്യതയും നീതിയും നിലനിർത്തുന്ന വിഷയത്തിൽ ഭർത്താവ് എത്ര കർക്കശ നിലപാടുകാരനാണെങ്കിൽ പോലും നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് ഒരു വാചകം ഉപയോഗിക്കാറുണ്ട്: 4 മലകൾ ചേർന്നാലും 2 ഡാഷ് തമ്മിൽ ചേരുകയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, രണ്ടാമത് വിവാഹം കഴിക്കുന്നത് മുതലാണ്, ആ കഴിക്കുന്നതാണ് ഒരാളുടെ ബുദ്ധിമുട്ടുകളുടെ എല്ലാ വിഷയങ്ങളും ഒത്തുകൂടിയിരിക്കുന്നത് എന്ന് മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പഠിക്കാൻ സാധിച്ചു. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. മഹാനവറുകൾ പറഞ്ഞു, തസവ്വജ്തു സനതൈനി ലിഫറതി ജഹ്ലി
വഖദ് ഹാസൽ ബലാ സൗജ് ഇത്നതൈനി. മഹാനായ അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ അങ്ങേയറ്റത്തെ വിവരക്കേട് കൊണ്ട് ഞാൻ രണ്ടാമതൊന്നുകൂടി വിവാഹം കഴിച്ചു, രണ്ടാമതും പെണ്ണ് കെട്ടിപ്പോയി. വഖദ് ഹാസൽ ബലാ സൗജ് ഇത്നതൈനി, അതായത് ഒരു മനുഷ്യൻ്റെ, ഒരു പുരുഷൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരുമിച്ച് കൂടുന്ന, സമ്മേളിക്കുന്ന അവസ്ഥയാണ് രണ്ടാം വിവാഹം എന്ന് എനിക്ക് തിരിഞ്ഞുപോയി, എൻ്റെ അറിവുകേട് കൊണ്ട് രണ്ടാമതൊന്ന് കെട്ടിപ്പോയി എന്ന് മഹാനായ അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് പഠിക്കാൻ സാധിച്ചു. എന്താണ് ഈ ബുദ്ധിമുട്ടുകൾ എന്നതാണ് ഇനി നാം മനസ്സിലാക്കേണ്ടത്. ഒരു പുരുഷൻ നടത്തപ്പെടുന്ന രണ്ടാമത്തെ നിക്കാഹ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒന്നാം വിവാഹത്തിലും ഒന്നാമത്തെ ജീവിതത്തിലും അല്ലെങ്കിൽ അതിൽ കൂടുതലും കഴിഞ്ഞെങ്കിൽ അതിൽ സംഭവിച്ച അവളുടെ തെറ്റുകൾ മുഴുവനും മറച്ചു വെച്ചായിരിക്കും പുതിയ ഭർത്താവിനെ സ്വീകരിക്കുക. രണ്ടാമത് പുതിയ ഭർത്താവിന് ആദ്യത്തെ ഭാര്യയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന കുറ്റവും കുറവുകളും മനസ്സിലാക്കി ആ വിഷയത്തിൽ നന്നായി കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഭാര്യ അല്ല സ്നേഹമുള്ളവൾ, രണ്ടാമത് വന്ന ഞാനാണ് എന്ന് ഭർത്താവിൻ്റെ മുമ്പിൽ വരുത്തി തീർക്കാനാണ്. ഇത് നീതിമാനായ മാന്യതയുള്ള ഭർത്താവാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ഒരു പക്ഷം മാത്രം ചാരാതെ രണ്ട് പക്ഷത്തെയും തുല്യാവസ്ഥയിൽ കൊണ്ടുപോകാൻ നന്നേ പരിശ്രമിക്കും. അതൊരിക്കലും രണ്ടാമത്തെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം വരും, എനിക്കിപ്പോൾ യാതൊരു വിലയുമില്ലല്ലോ, സ്ഥാനവുമില്ലല്ലോ, ഞാനെവിടുന്നോ വലിഞ്ഞു വന്ന് കയറിയതാണല്ലോ. ഈ ചോദ്യവും ഈ ഹസദും ഈ ഒരു കുശുമ്പുമൊക്കെ അങ്ങോട്ട് കൽബിലങ്ങോട്ട് കയറി കൂടുമ്പോൾ ഈ ഭർത്താവിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്, ഭർത്താവിൻ്റെ ശത്രുക്കൾ. അത് അസൂയ കൊണ്ട് ശത്രുവായിരിക്കുന്ന സുഹൃത്തുക്കൾ, സ്വന്തം രക്തത്തിലുള്ള, അതായത് ചോരയിൽ പാമ്പുണ്ടെന്ന് ചിലർ പറയാറുണ്ട്, രക്തത്തിലുള്ളവർ, അയൽവാസികളിൽപ്പെട്ടവർ, ബന്ധുമിത്രാദികളിൽപ്പെട്ടവർ, സഹചാരികൾ, ഇങ്ങനെ നാനാ തുറയിൽ നിന്നും ഈ പുരുഷനോട് ഹസദ്, അസൂയ, ഇവൻ നന്നാകരുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ മുഴുവനും ഒരൊറ്റ സംഘടനയിൽ ചേരും. ഇവരെല്ലാം കൂടെ ഒരു ഗ്യാങ്ങായിട്ട് ഇദ്ദേഹത്തെ അടിക്കാൻ പറ്റിയ വടി ഇതാണ്. എന്നിട്ട് എന്ത് ചെയ്യും? രണ്ടാമത്തെ ഭാര്യയോടൊപ്പം കൂടും. ഈ രണ്ടാമത്തെ ഭാര്യയോടൊപ്പം കൂടിയിട്ട് ആ രണ്ടാമത്തെ ഭാര്യയ്ക്ക് വേണ്ടുന്ന ഉറപ്പുകളും ഗ്യാരൻറ്റികളും മുഴുവനും കൊടുക്കും. ഒരല്പം ചിന്തിക്കാൻ ഉള്ള ബോധം ഉള്ള, അത് സ്ത്രീകൾ അല്ലാഹു തആല പടച്ചിരിക്കുന്നതിന് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ ആ വലയിലും വീഴും. ആ വലയിൽ വീഴുമ്പോൾ അവർക്ക് വലിയ പരിഗണന കിട്ടും എന്നവർക്ക് തോന്നും. പല മോഹന വാഗ്ദാനങ്ങളും കൊടുക്കും. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ, ഡാഷിനോടെടുക്കുമ്പോൾ മാങ്ങയുടെ പുളി അറിയും പറയുന്നത് പോലെ കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് വരുമ്പോൾ സപ്പോർട്ടേഴ്സ് ആരും ഉണ്ടാവില്ല. അങ്ങനൊരു ആളുകളെ അവിടെ ഉണ്ടാവില്ല. അവരുടെ നിഴലും ഉണ്ടാവില്ല, അവരുടെ ഫോൺ നമ്പറും ഉണ്ടാവില്ല. ഈ രണ്ടാമത്തെ ഭാര്യ ഒറ്റയ്ക്കാകും. അങ്ങനെ ഈ ശത്രുക്കളുടെ, ഹാസിദീങ്ങളുടെ, അസൂയക്കാരുടെ സപ്പോർട്ടോടു കൂടി ഈ ഭർത്താവിനെ ഒന്ന് കുരുക്കാൻ വേണ്ടി രണ്ടാമത്തെ ഭാര്യയോടൊപ്പം ചേർന്നുകൊണ്ട് ആദ്യത്തെ ഭാര്യയോടുള്ള ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴ്ത്താനുള്ള കളികൾ രണ്ടാമത്തെ ഭാര്യ തുടങ്ങും. അവസാനം വന്ന് എവിടെ എത്തുമെന്നറിയോ? ആദ്യത്തെ ഭാര്യയെ അടുത്ത് നിങ്ങൾ പോകണ്ട എന്ന് വരെ വരും. ഞാൻ പറയാൻ കാരണം, വന്ധ്യരായ മൗലാന പേരൂട് ഉസ്താദിൻ്റെ ആ ഒരു വീഡിയോയിൽ
ഉസ്താദ് മറ്റൊരാളിൻ്റെ അനുഭവം പറയുന്നുണ്ട്, ആ അനുഭവത്തിൽ ഈ വിഷയം പറയുന്നുണ്ട് ഉസ്താദ്. അപ്പോൾ കറക്റ്റാണ്, ഇത് ഒരിടത്ത് നടക്കുന്ന സംഭവമല്ല, പ്രത്യേകിച്ചും നമ്മുടെ മതത്തിൽ. അപ്പോൾ ഒരാൾക്ക് ഒരു ജീവിതം, എന്നാൽ എനിക്കൊരു ജീവിതം കിട്ടി, അൽഹംദുലില്ലാ, ഞാനിത് ക്ഷമിച്ചെങ്ങനെങ്കിലും കടിച്ചു പിടിച്ച് നിന്ന് പ്രശ്നങ്ങളിൽ ക്ഷമിച്ച് പരീക്ഷണങ്ങളിൽ പതറാതെ ആരുടെയും കുത്തുവാക്കുകൾക്ക് തലവെച്ച് കൊടുക്കാതെ ആരെയും നശിപ്പിക്കാനും ആക്ഷേപിക്കാനും വഞ്ചിക്കാനും ഞാൻ കൂട്ടുനിൽക്കാതെ എൻ്റെ ജീവിതമാണ് എന്ന് കരുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന് മുമ്പ് കഴിഞ്ഞ വിവാഹത്തിലും വിവാഹങ്ങളിലും ഈ സ്ത്രീയിൽ നിന്നും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ മറച്ച് വെച്ചിട്ടാണ് പുതിയ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ജീവിക്കണം എന്നാഗ്രഹമുള്ളൊരു പെണ്ണെ സംബന്ധിച്ചോളം എന്ത് ചെയ്യും? മാക്സിമം ക്ഷമിക്കും, ഓരോ വിഷയത്തിലും പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം എന്താ? ഊലവിയുണ്ടല്ലോ, ആദ്യം നമുക്ക് ഒരു ആദ്യത്തെ ഭാര്യയ്ക്ക് മുൻഗണന കൊടുക്കണമല്ലോ. ഇത് ഇല്ലാതെ വരുമ്പോഴാണ് കുടുംബകലഹം ഉണ്ടാകുന്നത്. അവസാനം എന്തു ചെയ്യുമെന്നറിയുമോ? ഈ ആദ്യത്തെ ഭാര്യയെ, മക്കളുണ്ടെങ്കിൽ മക്കളെയും അകറ്റാൻ രണ്ടാമത്തെ ഭാര്യ ആരെയൊക്കെ കൂട്ടുപിടിക്കാൻ കഴിയുമോ അവരെല്ലാം കൂട്ടുപിടിക്കും. അത് ഏത് തെമ്മാടികളെയും കൂട്ടുപിടിക്കും, അത് ഏത് നാറിയ പെണ്ണുങ്ങളെയും കൂട്ടുപിടിക്കും. കാരണം മുറാദ് ഇതാണ്, ഉദ്ദേശം ജീവിക്കണം എന്നല്ല, നശിക്കണം എന്നാണ്. അപ്പോൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന അസൂയക്കാർക്ക് കിട്ടുന്ന ഒരു ലാഭമുണ്ട്. എന്താണെന്നറിയോ? അതിൽ മുറതെറ്റാ നിസ്കരിക്കുന്നവരുണ്ടാകും, ഈ സപ്പോർട്ട് ചെയ്തവരിൽ ദിക്റും സ്വലാത്തും ചൊല്ലുന്നവരുണ്ടാകും, ഖുർആൻ ഓതുന്നവരുണ്ടാകും, നല്ല മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവരുണ്ടാകും, നല്ല ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് തഖ്വ ചെയ്ത് ദുആ ചെയ്ത് ജീവിച്ചവരും ഉണ്ടാകും. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ഒരു ഫിത്നയ്ക്ക് കൂട്ടുനിന്നു എന്നതിൻ്റെ പേരിൽ അവർ അറിയാതെ അവർ ചെയ്ത അമലുകൾ ഈ വഞ്ചിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു പോയ, ഈ പ്രശ്നത്തിൽ അകപ്പെട്ടു പോയ ഒന്നാം ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ അമലുകൾ അള്ളാഹു കൊടുക്കും, യാതൊരു സംശയമില്ല. കാര്യം അവരറിയുന്നില്ലല്ലോ നിങ്ങൾ ഈ വഞ്ചന നടത്തുകയാണെന്നല്ല അവരറിയുന്നത്, നിരപരാധികളല്ലേ അവർ. ഒന്ന്. രണ്ടാമത്തേത്, ഈ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം തെറ്റിയുള്ള പുതിയ റൂട്ട് സ്വീകരിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുത്ത് മറ്റൊരു ശിക്ഷ. കാരണം ഈ ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയങ്ങളുമില്ല. ഭാര്യ ഭർത്താക്കന്മാർ, ഞാൻ എൻ്റെ പല ക്ലാസ്സുകളും പറഞ്ഞുകൊണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഒരു ധാരണയിലാണ് ജീവിക്കുന്നതെങ്കിൽ മൂന്നാമതൊരാളിനെ ഇടപെടുത്താതിരുന്നാൽ അവിടെ ജീവിതം റാഹത്താവും. മൂന്നാമതൊരാളിനെ ഇടപെടുത്തിയാൽ ആ മൂന്നാമത്തെ ആളിൻ്റെ തീരുമാനം അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ അംഗീകരിക്കുമ്പോൾ മൂന്നാമത്തെ ആളിന് ആരോടാണോ പക, ആ പകയുള്ള ആളിനെ നശിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ഇതാണ് ഒന്നാം വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ വിവാഹത്തിലേക്ക് പോകുന്ന എല്ലാവർക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ വിവാഹം, രണ്ടാമത്തെ വിവാഹം ആവശ്യമില്ല, വേണ്ട. കാരണം ഈ രണ്ടാമത്തെ വിവാഹം കൊണ്ട്, എന്നാൽ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച ആളുകൾ ഉണ്ട്, അവരനുഭവിക്കുന്ന വേദന പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് അവർ തന്നെ അനുഭവിച്ച് അവരുടെ ഉറക്കുകളിലും അവരുടെ ഒറ്റപ്പെട്ട സമയങ്ങളിലും അവരനുഭവിച്ച് തീർക്കുകയാണ്. പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നിൽ കൂടുതലുള്ള ഭാര്യ ഭർത്തൃ ജീവിതവും നമ്മളുമായി കൂട്ടിക്കലർത്താൻ പാടില്ല. അത് വകുപ്പ് വേറെയാണ്. അപ്പം പേരോട് ഉസ്താദ് പറയുന്ന വിഷയത്തിൽ ഉസ്താദ് പ്രത്യേകം പറയുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ ഉള്ളവർ അല്ലെങ്കിൽ നിക്കാഹ് കഴിക്കേണ്ടവർ പാലിക്കേണ്ട നീതിയുടെ വിഷയങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഒരാൾ അതൊന്ന് പഠിച്ചിട്ട് നിക്കാഹ് കഴിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ നിക്കാഹ് കഴിക്കൂല രണ്ടാമത്. കാരണം ആ നീതിയുടെ വിഷയത്തിൽ തന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തനിക്കൊരു ബോധം വരും. പണം മാത്രം പോരാ. നമ്മൾ വിചാരിക്കും പണമുള്ളവർക്ക് പണം മാത്രം പോരാ, പണത്തേക്കാൾ മേലെ വലിയ വിഷയങ്ങൾ വേറെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങൾ മനസ്സിലാക്കി
ഇത് ഇനി രണ്ടാം വിവാഹം കഴിക്കാതിരിക്കുന്നവർ ആ പണി അവിടെ നിർത്തിവെച്ചോളൂ, തടി സലാമത്താക്കൂ, ഓടി രക്ഷപ്പെടൂ. കഴിച്ചവർ ഈ പറയുന്ന വിഷയങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബുദ്ധി തന്ന് മഹാന്മാരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഇൽമുകൾ കരസ്ഥമാക്കി അത് നാഫി ആകാൻ വേണ്ടി തഹജ്ജുദിന് ദുആ ചെയ്ത് അത് പ്രാവർത്തികമാക്കാനുള്ള ഇസ്തിഖാമത്തും കൂടി അല്ലാഹു തരാൻ വേണ്ടി ദുആ ചെയ്ത് ദുനിയാവിനെ വല്ലാതെ പേടിച്ച് തന്നെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.